ഇതിപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊരു കഥാപാത്രത്തിന് പേരിടാൻ പറ്റുമോ? ആ മംഗലശ്ശേരി നീലകണ്ഠൻ മദ്യപിച്ചു വരുന്നത് സീലെടുക്കാൻ പറ്റുമോ? നീലകണ്ഠനല്ലേ പ്രശ്നമാവില്ലേ? മേലെടുത്ത് രാഘവൻ നേരെ ഇറക്കി വിടാൻ പറ്റുമോ വീട്ടിൽ നിന്ന്? രാഘവൻ രാമൻ്റെ പര്യായമല്ലേ? എങ്ങനെ പറ്റും? എങ്ങനെ കഥ എഴുതാൻ പറ്റും? സേതു മാധവൻ കീരിക്കാടൻ ജോസിനെ കൊല്ലാൻ പറ്റുമോ? മാധവനല്ലേ? ഗോവിന്ദച്ചാമി എന്ന പേരിട്ട് ഒരു പ്രതിയെ വിളിക്കാൻ പറ്റുമോ? അപ്പുറത്ത് ഗോവിന്ദനല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതാണ് നടക്കാൻ പോകുന്നത്. പേര് പ്രശ്നമാണെന്നേ. പേര് പ്രശ്നമാവുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിമന്യു എന്നൊരു സിനിമ എടുക്കാൻ പറ്റുമോ? നരസിംഹം എന്നൊരു സിനിമയ്ക്ക് പേര് കൊടുക്കാൻ പറ്റുമോ? ദശരഥം എന്നൊരു സിനിമ എടുക്കാൻ പറ്റുമോ? ആ സിനിമയിലെ കഥാപ്ലോട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ? ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീതിയുടെ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് പോരാടുക എന്നുള്ളതാണ്. അവിടെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിന്താവിഷ്ടയ സീത എന്ന് കുമാരനാശിൽ എഴുതാൻ പറ്റൂ? ചിന്താവിഷ്ടയല്ല ഞങ്ങളുടെ സീത എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങില്ലേ ഇവര്? ഞങ്ങളുടെ രാമൻ ഇതല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങില്ലേ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. സീത രാമനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന മട്ടിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ? സീതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതെന്ത് ജനാധിപത്യ ലോകമല്ലേ? കഥയെ കഥയായും കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളുമായും കാണണ്ടേ?